ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ബേപ്പൂർ മണ്ഡലത്തിൽ പ്രചാരണം സജീവമാക്കിയിരിക്കുകയാണ് PV അൻവർ. തിരഞ്ഞെടുപ്പിൽ ബേപ്പൂരിലും സംസ്ഥാനത്തുടനീളവും ഇടതുപക്ഷത്തിനെതിരെ സുനാമി അടിക്കുമെന്നാണ് മാതൃഭൂമി ന്യൂസിനോടുള്ള അൻവറിന്റെ പ്രതികരണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിട്ടില്ല, പക്ഷേ PV അൻവർ ബേപ്പൂരിൽ സജീവമായി തന്നെ രംഗത്തിറങ്ങി കഴിഞ്ഞു. വോട്ടർമാരെയൊക്കെ കണ്ട് അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ബേപ്പൂരിൽ പക്ഷേ അങ്ങനെയല്ല സ്ഥിതി. താങ്കൾ ആദ്യമേ ഇറങ്ങിയ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? കാലാവസ്ഥ ഭയങ്കര ചൂടാണ്. ഇപ്രാവശ്യം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ നിലക്ക് ചെറിയ ചൂട് ബേപ്പൂരിലുണ്ട്. അല്ലാതെ എന്താ പറയുക, നമുക്ക് പ്രത്യേകിച്ചിട്ട് എന്താ പറയുക, മാനേജ് ചെയ്യാൻ പറ്റാത്ത ചൂടൊന്നുമില്ല. വി വിൽ മാനേജ് ഇറ്റ്. ആൾക്കാരെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ബേപ്പൂരിൻ്റെ ഒരു മനസ്സും സ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്? ബേപ്പൂർ പൊതുവിൽ നല്ല മനുഷ്യരാണ്. അവരർഹിക്കുന്ന അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ കഴിഞ്ഞ 10-45 വർഷമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വിഷയം തന്നെയാണ് ജനങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. അത് ഏറ്റവും പ്രധാനമായി നമുക്ക് പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഈ കടലുണ്ടിയിലെ ഫ്ലൈ ഓവറാണ്. എത്രയോ കാലങ്ങളായി പല ഘട്ടങ്ങളിലും ഒരു ഓഫർ കൊടുത്ത. അപ്പോൾ ഇവിടെ ഇത്രയും ട്രാഫിക്കുള്ള ഈ സ്ഥലത്ത് ഈ ജനങ്ങൾ കടന്ന് കഷ്ടപ്പെടുമ്പോൾ കേരളത്തിൽ ഒട്ടാകെ അടിപ്പാതകളും ഫ്ലൈ ഓവറുകളും വന്നിട്ട് പോലും കടലുണ്ടിയിൽ അത് എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നുള്ള ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ചും PWD മന്ത്രി, അതും മുഖ്യമന്ത്രിയുടെ മരുമകൻ, മുഖ്യമന്ത്രിയെപ്പോലെ ശേഷിയും പവറും ഉപയോഗിക്കുന്നൊരു മന്ത്രി. ഉത്തരം പറയേണ്ട കേസാണ്. നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ 1000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമേ LDFനുള്ളൂ. അതൊരു പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. അല്ല, അതൊന്നും ഇതിലെന്താ പറയുക, പ്രതീക്ഷയല്ല, ഇവിടെ ഉറപ്പാണ്. ഇവിടെ എന്താ പ്രതീക്ഷ? ഇവിടെ കേരളമാകെ അറിയാൻ പോകും. അപ്പോൾ ബേപ്പൂരിൽ ഏതായാലും PV അൻവർ ആളുകളെ കണ്ടുമൊക്കെ പ്രചരണം അത് തുടക്കത്തിൽ തന്നെ ഉഷാറാക്കുകയാണ്. സർക്കാരിനെതിരായ വിധിയെഴുത്ത് സംസ്ഥാനത്തുടനീളം മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിലെ ജനങ്ങൾ വിധിയെഴുതും എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ജോം TK രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.